നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, കോഡി എ ബി ആൻഡ് സി ഡി ആർ ഇന്റർസെക്റ്റിംഗ് അറ്റ് പി. ആയിക്കോട്ടെ, ആരാണ് കോഡ് എ ബി ഉണ്ട്, അതേപോലെ കോഡ് സി ഡി ഉണ്ട്. അവർ ആര് എവിടെ കൂട്ടിമുട്ടുണ്ടെന്ന് പി എന്നൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. എ ബി ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ആയിക്കോട്ടെ, എ ബി ഈ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ, 10 സെന്റിമീറ്റർ. പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. പി ബി അല്ലെ, പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. പി ഡി ഈക്വൽ ടു 3 സെന്റിമീറ്റർ. പി ഡി എവിടെയാ? പി ഡി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നു കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് പി എ പി എ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പി എ എന്ന് പറയുന്ന ലെങ്ത് അല്ലെങ്കിൽ എ പി എന്ന് പറയുന്ന ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൊത്തം ലെങ്ത് നമുക്ക് അറിഞ്ഞൂടെ. മൊത്തം ലെങ്ത് നമുക്കറിയാം എ ബി. എ ബിയിൽ നിന്നും ഈ 4 സെന്റിമീറ്റർ കുറച്ചാൽ എ പി കിട്ടൂലേ. അതായത് ഇങ്ങനെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെ മുതൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നത്. ഈ ലെങ്ത് കണ്ടൂടെ? 10ൽ നിന്ന് 4 കുറച്ചാൽ 6 കിട്ടും. സെയിം പരിപാടിയല്ല ഇവിടെ. മൊത്തം ലെങ്ത് തന്നിട്ടുണ്ട്, അവിടുന്ന് ഇത്രയും കുറച്ചാൽ നമുക്ക് ഇത്രയും ലെങ്ത് കിട്ടും. എ പി സമം നമുക്ക് എന്താ 10 - 4 സമം 6 സെന്റിമീറ്റർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. റെഡിയാണോ? അടുത്തൊരു ചോദ്യം ഉണ്ട്. പി സി ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ ആണ്? പി സി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? കൂടുതൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കണം. 2 കോഡുകൾ വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ 4 ഭാഗങ്ങളുണ്ട്. 1, 2, 3, 4 ഭാഗങ്ങളുണ്ട് അല്ലേ. ഈ 4 ഭാഗങ്ങളിൽ 3 ഭാഗങ്ങൾ തന്നിട്ട് 4ാമത്തെ ഒരു ഭാഗം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത്, അതിന് തുല്യമാണ് ഈ ലെങ്ത്തും ഗുണിക്കുന്നത്. ഒന്നുമില്ല മക്കളെ, ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത്, അതായത് എ പി ഗുണിക്കണം പി ബി തുല്യമാണ്, അതിന് തുല്യമാണ്. അതായത് ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത്തിന് തുല്യമാണ്, ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത്തിന് തുല്യമാണ് ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് സി പി ഗുണിക്കണം പി ഡി എന്ന് പറയുന്നത്. സെറ്റാണോ? അതായത് ഈ മൊത്തം 4 ലെങ്ത്തുകൾ ഉണ്ട് അല്ലേ. 4 ലെങ്ത്തുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 4 ലെങ്ത് 3 ലെങ്ത് തന്നാൽ 4ാമത്തെ ഒരു ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണിത്. ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ അക്ഷരങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ലെങ്ത്തും ഗുണിക്കുന്നതിന് തുല്യമാണ് ഈ ലെങ്ത്തും ഗുണിക്കുന്നത്. തിരിച്ച് നമുക്ക് പറയാം. ഓക്കെ, എ പി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? എ പി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പി ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, അതും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സി പി എന്ന് പറയുന്നത് എത്രയാ? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അയാളെ നമ്മൾ സി പി തന്നെ വിളിക്കുകയാണ്. സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് എത്ര? പി ഡി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. സി പി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി പി സമത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നിലവിൽ ഈ ഗുണിക്കണം 3 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടുക? സി പി സമം 6 × 4 നമ്മൾ അതേപോലെ എഴുതും. ഇയാളുടെ താഴത്തോട്ട് ആര് വരും? ഇൻറ്റു ഗുണിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം 3 ആയിരിക്കും. അപ്പൊ 24/3 എന്ന് വരും അല്ലെ. എത്രയാ? 3 × 8 = 24 ആണ്. അപ്പൊ നമുക്ക് കിട്ടി സി പി സമം 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. സെറ്റാണോ മക്കളെ? കൂട്ടത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. നമുക്കൊരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ എന്ന് പറയുന്നത് ഇതേപോലെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് പാസ് ചെയ്തിട്ടുള്ളത് സർക്കിളിന്റെ സെന്റർ കൂടെയാണ്. അപ്പൊ അയാൾ ഡയമീറ്റർ ആണ്. നമുക്കൊരു കോഡ് ഇങ്ങനെയുണ്ട്. ഇങ്ങനൊരു കോഡും ഉണ്ട്. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ കോഡിന് ഞാൻ എ ബി എന്നും ഈ ഒരു കോഡിന് ഞാൻ സി ഡി എന്നും ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ സെന്ററിൽ ഈ ഇന്റർസെക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിമുട്ടിയിട്ടുള്ള ഈ ഒരു ആളെ ഞാൻ പി എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സെയിം പരിപാടി തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് ഒരു ലംബമാണ് ഇവിടെ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു ലംബം വരയ്ക്കുമ്പോൾ ഇയാളെ ഈ തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കേണ്ട. ഈ കോഡിനെ ഈ ഒരു ലംബം വന്നപ്പോൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വന്നപ്പോൾ ഈ കോഡിനെ അല്ലെങ്കിൽ ഞാണിനെ തുല്യമായിട്ട് ഭാഗിക്കേണ്ട. അതായത് ഒന്നുമില്ല, ഈ ലെങ്ത്തും അതേപോലെ ഈ ലെങ്ത്തും തുല്യമായിരിക്കും. അതായത് സി പി ഈക്വൽ ടു പി ബി പി ഡി ആയിരിക്കും. സി പി ഈക്വൽ ടു പി ഡി ആയിരിക്കും. ഇയാൾ 2 ആണെങ്കിൽ ഇയാളും 2 സെന്റിമീറ്റർ ആണ്. ഇയാൾ 3 ആണെങ്കിൽ ഇയാളും 3 ആയിരിക്കും.
അപ്പൊ രണ്ടാളെയും ചിലപ്പോൾ തരൂല, ഒരാളെ തരുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇയാളും അതന്നെയാണ്. എപ്പോ ഈ കോഡ് എയിലെ പാസ് ചെയ്യണം, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ചോദ്യത്തിൽ തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ്, ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്, അതായത് എ പി ഇൻറ്റു പി ബി തുല്യമാണ്. ഈ ലെങ്ത് ഗുണിക്കണം ഈ ലെങ്ത്തിന് തുല്യമാണ് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്, അതായത് സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത്. എടാ സി പി ഈക്വൽ ടു പി ഡി നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇയാളെ സി പി, ഈ പി ഡിക്ക് പകരം സി പി എഴുതിക്കൂടെ? അതായത് ഇയാളെ ഞാൻ എ പി ഇൻറ്റു പി ബി ഞാൻ അതേപോലെ എഴുതി. ഇവിടെ നമുക്ക് സി പിക്ക് പകരം പി ഡിക്ക് എഴുതിക്കൂടെ? പി ഡി എഴുതിക്കൂടെ? അതേപോലെ പി ഡിക്ക് പകരം സി പി എന്ന് എഴുതിക്കൂടെ? അതായത് സി പി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് സി പി ഇൻറ്റു സി പി എന്ന് എഴുതിക്കൂടെ? അങ്ങനെയൊക്കെ എഴുതാം. അതേപോലെ പി ഡി ഇൻറ്റു പി ഡി എന്ന് എഴുതുക, അതൊക്കെ എഴുതാം. എന്ത് വരും? ഇവിടെ സി പി സ്ക്വയർ എന്ന് വരും, താഴെ എന്താ പി ഡി സ്ക്വയർ എന്ന് വരും. ആ ഒരു മാറ്റേ ഉണ്ടായിരിക്കുള്ളൂ. സെറ്റാണോ? സെയിം പരിപാടി തന്നെ നമ്മൾ ഇവിടെ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നിങ്ങൾ കൂട്ടത്തിൽ ഓർത്ത് വെച്ചാൽ ഈ ലെങ്ത്തും തുല്യമാണെന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ പകുതിയേ തരുള്ളൂ, ഇത്രേ തരുണ്ടാവുള്ളൂ. അങ്ങനെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ സർക്കിൾ അങ്ങോട്ട് പൂർത്തിയാക്കുക. സർക്കിൾ പൂർത്തിയാക്കിയിട്ട് ഒന്ന് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. നീട്ടി വരയ്ക്കുമ്പോൾ ആര് കിട്ടും? സെയിം ആളെ കിട്ടൂലേ? ചിലപ്പോൾ പകുതി തരുണ്ടായിരിക്കുള്ളൂ. അപ്പം മനസ്സിലാക്കണം ഈ ലെങ്ത്തും തുല്യമാണ്. അതായത് ഈ സി പി സ്കോർ വന്നതും പി ഡി സ്കോർ വന്നതും മനസ്സിലായോ? ഈ ലെങ്ത്തും തുല്യം ആയതുകൊണ്ടാണ്. സെറ്റാണോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എന്താ, ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് സമം സി പി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി ഡി സ്ക്വയറും എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടും എഴുതാന്ന് പറഞ്ഞ സി പിയും പി ഡിയും ഈക്വൽ ആയതുകൊണ്ടാണ്. പേര് നിങ്ങൾക്ക് മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അടുത്തൊരു പിക്ചറിൽ പേര് അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള സംഭവം കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സെറ്റാണോ മക്കളെ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ആയിക്കോട്ടെ. കോൺ എയും കോൺ ഡിയും കൂട്ടിയാൽ 210 ഡിഗ്രിയാണ്. കോൺ ഡിയും കോൺ സിയും കൂട്ടിയാൽ 250 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ എയും കോൺ സിയും കൂട്ടിയാൽ എത്രയാണ്? അതേപോലെ കോൺ എ എത്രയാണ്? കോൺ സി എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇയാൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് കേട്ടാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ അനുപൂരകമാണ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആണെന്ന് ആലോചിക്കുക. അതായത് കോൺ എയും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതേപോലെ കോൺ ബിയും കോൺ ഡിയും കൂട്ടിയാൽ എന്താ? അങ്ങനെ കൂട്ടുമ്പോഴും 180 ഡിഗ്രിയാണ്. നമ്മൾ ചോദിച്ചത് കോൺ എ പ്ലസ് കോൺ സി ആണ്. കോൺ എ എന്ന് പറയുന്നതും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണെന്ന് ഒരു സംശയവുമില്ലാതെ എഴുതി വെച്ചോണ്ടു. എങ്ങനെയാവുമ്പോൾ അയാൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണെങ്കിൽ. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ കോൺ എയും കോൺ സിയും എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും ഓരോരുത്തരും നമ്മൾ കാണണം. ഓക്കെ, ഇയാളും അതേപോലെ ഇയാളും ഓരോ ഇക്വേഷൻ ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കുക. കോമൺ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ടുള്ള രണ്ട് ഇക്വേഷനുകൾ എടുക്കുക. അപ്പൊ ഇയാളിൽ കോൺ ഡി കോമൺ ആണ്, ഇയാളേലും കോൺ ഡി ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾക്ക് എടുക്കുക. ഫസ്റ്റ് വലിയൊരു ഇക്വേഷൻ എടുക്കുക. കോൺ ഡി പ്ലസ് കോൺ സി സമം 250 ഡിഗ്രി. ഇനി ഇയാളെയും അതേപോലെ നമ്മൾ എടുക്കുക. കാരണം എന്താ? കോൺ സി കോമൺ അതിന് പ്രശ്നമല്ല, അതും എടുക്കുക. ഇങ്ങനെ എടുക്കുക, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇയാളെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞു. എന്താ? ഇയാളെയും ഞാൻ എടുക്കുക. ഇയാളെ ഞാൻ വെറുതെ കൊണ്ടല്ല. കോൺ എ പ്ലസ് കോൺ ഡി അല്ല, ഇയാളെ ഞാൻ തിരിച്ചിട്ടു. കോൺ ഡി പ്ലസ് കോൺ എ എഴുതിയാലും പ്രശ്നമല്ലോ. അതായത് കോൺ ഡി പ്ലസ് കോൺ എ എഴുതിയാലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര? 210 ഡിഗ്രി. ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 2. എന്തിനാണ് ഞാൻ ഞങ്ങളെ തിരിച്ചിട്ടത്? കോൺ ഡിന്റെ താഴെ തന്നെ കോൺ ഡി വരും, കണ്ടോ? അതിനാണ് ഞാൻ ഇയാളെ തിരിച്ചിട്ടത്. രണ്ടാളും ഒരാൾ തന്നെയല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ 2 ഞാൻ അങ്ങോട്ട് മൈനസ് ചെയ്യാൻ പോവാം. ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ ഞാൻ കുറയ്ക്കാൻ പോവാം. നമുക്ക് എന്താ കിട്ടുക? കോൺ ഡിയിൽ നിന്നും കോൺ ഡി കുറച്ചാൽ എത്രയാ? 0 ആയിരിക്കും. പിന്നെ കോൺ സിയിൽ നിന്നും ഞാൻ കോൺ എ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
250 നിന്നും കോൺ സി കുറയ്ക്കണം കോൺ എ, കോൺ സി കുറയ്ക്കണം കോൺ എ. പിന്നെന്താ 250 നിന്നും 210 കുറയ്ക്കണം, എത്രയാ 40 ഡിഗ്രി എന്ന് കിട്ടും. അതും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇയാളൊരു മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് ഞാൻ എഴുതാം. അപ്പോൾ ഇയാൾ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനും ഞാൻ എടുക്കുക, വേറൊരു ഇക്വേഷനും ഞാൻ എടുക്കുക, കോമൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉള്ളൊരു ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഞാൻ എടുക്കുക, കോമൺ ആയിട്ടില്ലേ, രണ്ടാൾക്കാർ, കോൺ സി ഇവിടെ ഉണ്ട്, കോൺ എ ഉണ്ട്, രണ്ടാൾക്കാർ കോമൺ ആണ്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷൻ ഞാൻ വിളിക്കുകയാണ് ഇക്വേഷൻ 4 എന്ന് വിളിക്കുക. ഈ ഇക്വേഷൻ ഞാൻ താഴത്തോട്ട് എഴുതാം. അപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്താ, കോൺ സിന്റെ താഴെ തന്നെ എഴുതാം കേട്ടോ. അപ്പൊ കോൺ സി പ്ലസ് കോൺ എ സമം എത്രയാ 180 ഡിഗ്രി. ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. ഓക്കെ, 4 എന്ന് വിളിച്ചു. ഞാനുണ്ടല്ലോ താഴത്തുനിന്ന് മുകളിലേക്കാണ് ഞാൻ കുറയ്ക്കുന്നത്. വലുത് താഴെയുള്ള ആളല്ലേ, അപ്പൊ വലുത് ഞാൻ ചെറുത് കുറയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ഇക്വേഷൻ 4ൽ നിന്നും ഞാൻ ഇക്വേഷൻ 3 കുറയ്ക്കാം. ഞാൻ ഇപ്പൊ 3ൽ നിന്ന് 4 കുറച്ചാലും പ്രശ്നമൊന്നുമില്ല, മൈനസ് വരുമ്പോ ആ മൈനസ് കളയണമെന്നേ ഉള്ളൂ. മൈനസ് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ചത്. ഓക്കെ, അപ്പൊ കോൺ സിയിൽ നിന്നും കോൺ സി പോയാൽ എത്രയാ 0 വരും. ഇതാ, പിന്നെ കോൺ എ പ്ലസ് കോൺ എ ആണ്. അപ്പൊ കോൺ എയിൽ നിന്നും എത്രയാ കുറയ്ക്കേണ്ടത്, കുറയ്ക്കണം. ഇവിടെ കോൺ എ അല്ലേ, ഇതാ മൈനസ് കോൺ എ ആണ്, മൈനസ് കോൺ എ കുറയ്ക്കണം. 180 നിന്ന് 40 പോയാൽ എത്രയാ 140 ആണ്. സെറ്റാണോ? ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, കോൺ സിയിൽ നിന്നും കോൺ സി പോയ എത്ര 0 ആണ്, പ്ലസ് ആണ് ചിഹ്നങ്ങളൊക്കെ. കോൺ എയിൽ നിന്നും മൈനസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കോൺ എയിൽ നിന്നും മൈനസ് കോൺ എ ആണ് കുറയ്ക്കുന്നത്, വെറും എ അല്ല, മൈനസ് കോൺ എ ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസും പ്ലസ് ആയി മാറും അല്ലേ, മൈനസും പ്ലസ് ആയി മാറും. സെറ്റാണോ? പിന്നെ 180 നിന്നും 40 ഞാൻ കുറച്ചു. സെറ്റാണോ? ഈ കോൺ എ പ്ലസ് കോൺ എ 2 കോൺ എ എന്ന് എഴുതിക്കൂടെ, ഈക്വൽ ടു 140. അങ്ങനെയാണെങ്കിൽ കോൺ എ സമം 140/2 സമം 70 എന്ന് കിട്ടും. അപ്പൊ എത്രയാ, കോൺ എ സമം 70 കിട്ടി അല്ലേ, കോൺ എ സമം 70 കിട്ടി. അങ്ങനെയാണെങ്കിൽ കോൺ സി എത്രയായിരിക്കും, കോൺ എയും കോൺ സിയും കൂട്ടിയാൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ സി എത്രയായിരിക്കും, 110 ഡിഗ്രി ആയിരിക്കും. 110 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? ഇക്വേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കുക. കോമൺ ആയിട്ട് രണ്ടാൾക്കാരുണ്ടെങ്കിൽ അതെടുക്കുക. ഇതാ കോമൺ ആയിട്ട് ഇവിടെ ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട് അല്ലേ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ആ ഇക്വേഷൻ എടുക്കുക, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടോ നോക്കുക, എന്നിട്ട് ആ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക. ഏറ്റവും കുറയ്ക്കുകയാണ് നല്ലത്. മൈനസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യണം. സെറ്റാണോ?